എന്തോ നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ചോദിച്ചു നോക്കാം. ഷാനിക്ക, ആന്യ എന്തോ ആദ്യം തന്നെ പറയട്ടെ, നല്ല ശബ്ദം എപ്പോഴത്തെ പോലെ. ഇത്തവണ നമ്മള് കുറച്ച് പിച്ച് ഔട്ടുകൾ അവിടെ ഇവിടൊക്കെ നമ്മൾ കേട്ടു അല്ലേ? എന്താ പറ്റിയത്? അതുപോലെ പിന്നെ പല്ലവിയൊക്കെ ടെമ്പോയിലല്ല പോയത്, കുറച്ചൊന്ന് ലാഗ് ചെയ്തിട്ടൊക്കെയാണ് മോള് പാടിയത്. സാധാരണ ഇതൊന്നും, ഈ പ്രശ്നങ്ങളൊന്നും അനിയൽ കാണാത്തതാണല്ലോ. അന്യ എന്ത് പറ്റി? സ്ട്രെസ്, സ്ട്രെയിൻ, ഈ പരീക്ഷ എന്തെങ്കിലും ഉണ്ടോ? എന്ത് പറ്റിയടാ? ഒന്നുമില്ല. അവളെന്നെ ആലോചിക്കുക എന്ത് പറ്റിയത്. ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. കുറച്ച് സ്ഥലങ്ങൾ ഞാൻ എഴുതി. സൗഭാഗ്യങ്ങൾ നീ തന്നു, പിന്നെ അതുപോലെ തങ്കത്തിങ്കൾ നിനക്ക് ഞാൻ തന്നാലോ, അവിടെ അനുപല്ലവി എൻ്റെ നടമുണ്ടല്ലോ, നമ്മുടെ കോറസ് കയറുന്നതിന് തൊട്ട് മുമ്പുള്ളത്, അത് താളം മൂളും പൂങ്കാറ്റേനൻ, അത് ഒന്ന് സ്ലിപ്പായി.
പക്ഷെ അതിൻ്റെ ചരണത്തിൽ വരുന്ന സെയിം പോർഷൻ മോള് നന്നായിട്ട് പാടുകയും ചെയ്തു. പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ സാധാരണ കാണുന്ന ഒരു ആനയെ ഇങ്ങനെ ഒന്നും പാടില്ല. സാധാരണ കാണുന്ന ആനയെ നന്നായിട്ടാണ് പാടുക. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എന്തെങ്കിലും പാട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ലേ, പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റിയില്ലേ, അതോ എന്തെങ്കിലും വോക്കൽ സ്ട്രെയിൻ ഉണ്ടോ, ഒച്ചയടഞ്ഞിട്ടുണ്ടോ, ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ശരി, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. മോള് നെക്സ്റ്റ് ടൈം വരുമ്പോൾ നല്ലോണം കൂടെ ഒന്നുകൂടെ ഒന്ന് പഠിച്ചിട്ട് വന്നാൽ മതി കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ മോളെ. ടെൻഷനോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് മാറ്റി വെക്കുക കേട്ടോ. ഓക്കെ, നോ ടെൻഷൻ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ശരത് സർ. ഹായ് മക്കളെ. ഹായ് മക്കളെ, നല്ല പാട്ട്, ബ്യൂട്ടിഫുൾ കോമ്പസിഷൻ. രാജാ സാറിൻ്റെ പറയേണ്ട കാര്യമേ ഇല്ല. അസാധ്യ പാട്ട്. ഇതെന്ത് ഒരു സോൾഫുൾ പാട്ട്. കുറേ ഇഷ്ടമാണ് എനിക്ക് ഈ പാട്ട്. മക തൊണ്ടയടപ്പുണ്ടോ? സത്യം പറയണം. ത്രോട്ടിന് എന്തെങ്കിലും? ഓ, മലയാളം അറിഞ്ഞില്ല കുഞ്ഞിന്? എല്ലാവർക്കും അത്ര അറിഞ്ഞൂടാ മലയാളം. ഹിന്ദി അറിയുമോ? കുറച്ച്. അതെനിക്ക് ഒട്ടും അറിഞ്ഞൂടാ. മക്കളെ, തൊണ്ടയ്ക്ക് എന്തെങ്കിലും കിച്ച് കിച്ച്? പക്ഷെ മോളെ ഒരു സ്ട്രെയിൻ തോന്നിയടാ പാടുമ്പോൾ കേട്ടോ. എന്താന്ന് നോക്കിക്കോളാം. മക്കളെ നല്ല ടോണാണ് കുഞ്ഞിന്. മക്കളെ ഇറ്റ്സ് ഓക്കെ മോളെ. മോളെ, എനിക്ക് ആ സൗഭാഗ്യങ്ങൾ തന്നു നീ. ഒന്ന് പാടി കേൾപ്പിക്കാമോ പല്ലവിയുടെ ഉണ്ട് കുറച്ചും കൂടെ ക്ലാരിറ്റിയോടെ? സൗഭാഗ്യങ്ങൾ നീ തന്നു, നീ തന്നു. നീ തന്നില്ല, കയ്യിൽ തന്നെ വെച്ചേക്ക. ഒന്ന് നേരെ വേത്താ. നീ തന്നു. നമ്മുടെ ഷാർപ്പാവുന്ന അത് കറക്റ്റ് ചെയ്താൽ മതി. ഇപ്പൊ ഇതാണ് അതിന്റെ ഒരു യഥാർത്ഥമായിട്ട് വേണ്ടത് കേട്ടോ. പിന്നെ ഈ അനുബന്ധ ചരണമൊക്കെ തുടക്കം ഒരു കുറച്ചും കൂടെ കോൺഫിഡൻസ് ആവാം നമുക്ക്. അവിടെ ഇവിടെ ശ്രുതിയുടെയും കുഴപ്പമുണ്ട്. മക്കൾക്കത് ഫീൽ ചെയ്തോ? ചിരിക്കുന്നു. അവൾ അവളുടെ സെൽഫ് അല്ല എന്ന് എന്തോ പറ്റി. അല്ലെങ്കിൽ ഭയങ്കര ആക്റ്റീവായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുവാണ്. പഴയ ലോറി പോലെ സെൽഫ് എടുക്കും കുഞ്ഞ്. എന്ത് പറ്റി മക്കൾക്ക്? എന്ത് പറ്റി? എന്ത് പറ്റി? പാർവതി അടുത്ത് നിൽക്കുന്നോണ്ടാണ് റിലേ പോയത്. ആകെ കട്ടായിരിക്കുന്നല്ലോ. പോസിറ്റീവ് ആന്നൊക്കെ പറ. പോസ്റ്റ് ആണെന്നോ? പോസിറ്റീവ്. പോസിറ്റീവ്. ഓക്കെ മക്കളെ, പല്ലവി ഈ അനുപല്ലവിയും ചരണപ്പാടുമ്പോൾ അത് കുറച്ചും കൂടെ കോൺഫിഡൻസ് ലെവൽ ഉണ്ടെങ്കിൽ ഓക്കെ അങ്ങനെ ശ്രുതി ചേരായിക വരത്തില്ല കേട്ടോ. അത് നോക്കണം. അതുപോലെ എനിക്ക് ഒരു സഹായം കൂടെ മക്കൾ ചെയ്യണം. പീലി തരുവില്ലേ അല്ലേ മോളെ, അതിന്റെ എൻഡ് ഒന്ന് പാടിത്തരും. അപ്പൊ എല്ലാം അതാണ് മോളെ കേട്ടോ. ആ 6 കൂട്ടാണ്. ഇപ്പം മോളിപ്പം അത് യഥാർത്ഥമായിട്ടുള്ള ലെവലിൽ വന്നിട്ട് ആദ്യം എന്ത് പറ്റി? ഹരി ഈ പിടിച്ചോ, ഞാൻ വേഗം അങ്ങ് പറഞ്ഞു തീർക്കാം. ഓക്കെ അനിയ, എന്തോ ഇന്നത്തെ പെർഫോമൻസ് ഞാൻ വിചാരിച്ച ആ ഒരു ലെവലിൽ വന്നില്ല മോളെ. അപ്പോൾ ഇതിലും നന്നായിട്ട് പെർഫോം ചെയ്യണം കേട്ടോ. കാരണം അനിയുടെ ഇങ്ങനെ ഇതുവരെയുള്ള പെർഫോമൻസ് ഇങ്ങനെ പോവുക, ഇത് കുറച്ച് ഡിപ്പ് വന്നു. അപ്പോൾ നല്ല സോങ് സെലക്ഷൻ, ഗംഭീര സോങ് ആണ്. ശ്രേയാജി പാടി, രാജാ സാറിൻ്റെ പാട്ട്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ട്. എനിക്ക് ഇതിൻ്റെ BGM വരെ കാണാപ്പാടുക. എൻ്റെ പ്ലേലിസ്റ്റിലുള്ളൊരു പാട്ടും കൂടിയായിരുന്നു. ഈ പാട്ടിലെ സ്കോറാണ് ഈ പടത്തിലും ഒരുപാട് സ്ഥലത്ത് വരുന്നത്, ഇതിൻ്റെ ക്ലൈമാക്സിലൊക്കെ. അപ്പം ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തു ആനിയ വന്ന് നിന്നപ്പം. ബട്ട് മേ ബി ഇന്നത്തെ ഡേയുടെ ആയിരിക്കും ആനിയയ്ക്ക് ആ ഒരു ബെസ്റ്റ് തരാൻ പറ്റിയില്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. നമുക്കിനി മാർക്സ് ചോദിക്കാം. ശരത് സാറ് മാർക്ക് എഴുതി മടക്കിയിട്ടു. എന്തൊരു ആശ്വാസമായി. താങ്ക് യു പറഞ്ഞേക്ക്. താങ്ക് യു. മാർക്കൊന്നും കുറച്ചിട്ടില്ല കേട്ടോ മക്കളെ. ഓക്കെ ഷാനിക്ക 7.5. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ 7.5. 15 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. നൈസ്, കുഴപ്പമില്ല. നമുക്ക് നെക്സ്റ്റ് ടൈം അടിപൊളിയാക്കാം അല്ലേ? എന്നാ പിന്നെ ഇത്ര ടെൻഷൻ മാറ്റാൻ വേണ്ടി ഒരു സാധനം തരട്ടെ? ഇന്ന് ചിൽഡ്രൻസ് ഡേ അല്ലേ, ഒരു ഗിഫ്റ്റ് തരട്ടെ? വേണ്ട. ഗിഫ്റ്റ് വേണ്ടേ? വേണ്ട. എനിക്ക് മനസ്സിലായി എവിടെന്നാ സൗണ്ട് വരുന്നേന്ന്. ഓക്കെ